കത്തിയാ 37 മൂപ്പനായാലോ വെട്ടുവനാ പറഞ്ഞേ. നിനക്ക് ഒറ്റക്ക് നടക്കൂല, നീ കൂടി പിടിച്ചോട്ടാ. 10-15 കിലോ ഉണ്ട് കേട്ടാ. കിലോ കൂടിയാ നിങ്ങൾ പേടിക്കണ്ട, പകുതി എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോകണം. കൊലയിഞ്ഞ് പകുതിയാക്കണ്ട, മൊത്തം അങ്ങോട്ട് കൊണ്ടുവിടും. പക്ഷെ അങ്ങനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരല്ലേ. എന്തേനു എന്നെ കൊണ്ടുപോകുന്ന അടങ്ങാൻ ഇപ്പം തീർന്നിക്കില്ല. പിടിക്ക്. അല്ല കൊലയും കൊത്തി പോന്ന കൊല കൊല ഗംഭീര കൊലയാട്ടാ. നിങ്ങൾക്കൊരു മുതലൊന്നും ഇല്ലാലോ. എനിക്ക് മുതലില്ലാണ്ട എന്റെ പറമ്പിലുള്ളതല്ലേ. മുമ്പ് എന്നാലും മുന്നേ നടന്നോ. കൊലയും കുറ്റി അങ്ങോട്ടുണ്ടോ? നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കൊണ്ടാക്കി. എന്റെ കൊലിയാ അത്. എങ്ങനെ? ഇത് എന്റെ കൊലിയാ, ഇത് എന്റെ പറമ്പിലുള്ള കൊലിയാ, ഇന്റെ കൊലിയാ. ഇത് നട്ട് നനച്ച് വലുതാക്കിയ ഞാളാ, ഇത് ഞാളെ കൊലയല്ലേ? അത് വല്ലാത്ത ഞായാന്നല്ലോ. നിങ്ങൾ നട്ട് നനച്ചാൽ നിങ്ങൾ കിട്ടുക. ഇത് കഴിഞ്ഞ ആഴ്ച പറമ്പ് വീതം വെച്ചേരാ ഞാളെ വീതത്തിലുള്ള ഇപ്പൊ കിട്ടും. നിങ്ങൾ എന്താണ് കുന്തം പോലെ നിൽക്കുന്ന? അങ്ങ് പറയാറോ? ഇത് നട്ട് നനച്ചുണ്ടാക്കി എനക്കാർക്കൂടെ വെട്ടുന്നേ. ഇങ്ങോട്ട് വെട്ടണ്ടാലോ? എന്റെ പറമ്പ് കരി വെട്ടിക്കില്ല, കൊലയും വെട്ടു, ഇനിയും വെട്ടു ഞാൻ. ഏട്ടാ തിരിച്ചിട്ട് എല്ലാം എന്റെ തോന്നിയ എവിടെ എന്റെ കൊലയും കൊതിട്ട് അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. ഞാനിവിടെ നിൽക്കും, നിങ്ങൾ എന്നെ അമ്മേനെ വിളിക്കുന്നേ. എന്നാ പിള്ളേരെ നിങ്ങൾ കളിക്കുന്നേ? നിങ്ങൾ ഇത് കണ്ടിക്കാ, ഞാൻ വെച്ചുണ്ടാക്കിയ കൊലയും കൊത്തിയും പോന്ന് എന്റെ കൊല്ലം നോക്കുന്നേ. അതെങ്ങനെ? ഇത് എന്റെ കൊലല്ലേ? കഴിഞ്ഞ ആഴ്ച ഇത് വീതം വെച്ച എന്റെ പറമ്പിലുള്ളവരെ, അന്നേരം ഇവന്റെ കൊലയാവും അത്. ഞാൻ വെച്ചുണ്ടാക്കിയല്ല അമ്മ ഇത്. ഓറ്റ് വലുതാക്കിയന്റെ മോളില് ഒരു അവകാശം ഇല്ലാണ്ടാകുമ്പോഴുള്ള വേദന എനിക്കും തിരിയണം. നിങ്ങൾക്കുള്ള 2 പായ് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടാ. എന്നാ പിന്നെ കൊല എടുത്തോ. അമ്മ പറഞ്ഞു എന്തെന്നാണ് പ്രശ്നം? ഇത് എന്തെന്നാ? ഇത് എന്തെന്നാ പ്രശ്നം? അത് ഞാൻ പറയാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ പറമ്പ് വീതം വെച്ച് അറിയാലോ. അപ്പൊ ഇത് എന്റെ പറമ്പിലുള്ളതാ. ഇത് ഞാൻ കൊത്തി. ഇനി ഇവൻ പ്രശ്നം ഉണ്ടാക്കുക. രാജിയോട്ടെ നിങ്ങൾ ഇല്ലടവണ്ട. എനിക്ക് എന്റെ കൊല കിട്ടണം, ഇല്ല ഞാൻ കൊല്ലൂന്ന്. ഇനി പറഞ്ഞു കേട്ടിക്കില്ലേ നിങ്ങളെ കൊല്ലുവോ? അല്ലടോ, നിങ്ങൾ ഈ ഭാര്യമാരെ വർത്താനം കേട്ടിട്ട് ഈ കൊലക്ക് വേണ്ടി തമ്മാവൽ അടി ഉണ്ടാക്കണോ? നിങ്ങള് സമൂഹത്തിലൊരു നിലയും വിലയില്ലേ നിങ്ങൾക്ക്? കേട്ടിന് തമ്മാവല് ഇങ്ങനെ പെണ്ണുങ്ങളെ വർത്താനം കേട്ടിട്ട് അടി ഉണ്ടാക്കുക? ഇനി മനസ്സിലാക്കേണ്ടത് തമ്മാര് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്തെന്നാ ഇത്? ഇനി എന്തെന്നാണ് ഈ തെങ്ങും കുറ്റിയും പിടിച്ച് നിൽക്കുന്നത്? അതാണ് ഇങ്ങോട്ടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അല്ലടോ, ഇങ്ങനത്തെ മനുഷ്യനാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്റെ ആരാധി ആ കോലക്ക് എത്ര ഉറുപ്പ്യ വരൂടോ? ഏറി വന്ന ഒരു 100-400 ഉറുപ്പ്യല്ലേ വരൂ. നിന്റെ ഏട്ടനിട്ട വലിയ 400 ഉറുപ്പ്യ. നിന്റെ ഓണ് പറയുന്ന വർത്താനവും കേട്ടിട്ട് വെറുതെ കത്തറുണ്ടാക്കും. ഇവിടെ ബന്ധം പൈസ കൊടുത്താൽ കിട്ടുവരാ, ആ കോല പിന്നെയും പൈസ കൊടുത്താൽ കിട്ടും. മനസ്സിലാക്കി? എനിക്ക് അത് മനസ്സിലാക്കണം. ഒരൊറ്റ വർത്താനത്തിന്റെ മോളാ ഞാൻ കൊല. എന്റെ മുന്നിൽ എന്റെ അനിയൻ തോക്കുവാൻ പാടില്ല. അങ്ങാത്ത് വെച്ചേക്ക്. ഇവരെ വർത്താനം കേട്ടിട്ട് നമ്മള് തമ്മാവരങ്ങ് തെറ്റിപ്പോവും. തൊട്ടു പറഞ്ഞ് എന്റെ ഒറ്റ ഒരാളെ വർത്താനത്തിന്റെ പുറത്താ എന്റെ ഏട്ടനെ പറ്റി ഞാൻ വെറുതെ വർത്താനം പറഞ്ഞ്. എന്റെ മുന്നിൽ എന്റെ ഏട്ടൻ തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ കൊലൊന്ന് പിടിച്ചാണേട്ടാ. പിടിച്ച് പിടി, ഇങ്ങോട്ട് കൊണ്ടുപോട്. അങ്ങനെ ഇവരെടുത്ത് ഞാൾ തോറ്റു കൊടുക്കുമല്ലോ രാജുവാട്ട. ഇങ്ങോട്ട് കൊണ്ടുപോട്. തോറ്റു കൊടുക്കുമല്ല. അല്ല പിന്നെ അങ്ങനെ നിങ്ങളെ മുന്നില് ഞാൾ നോക്കി വരാം. അത് പോട്ടെ. എന്ത് കുതിരകളാ നിങ്ങൾ രണ്ടു? നമ്മളെ കുതിരാന്ന് വിളിച്ചേ? ഊര് വിചാരിച്ച പോലെ നമ്മളെ കിട്ടുന്നില്ല. അതന്നെ വേറെന്തെന്നാ? ഓരോരോ മണ്ണം മറിയടുത്ത് ചെന്ന് പെടുന്നത്. നിങ്ങൾ നോക്കണ്ടിരിക്കടോ, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓരോരോ ഇടങ്ങ